ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ഇന്ന് നമുക്ക് ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥവും ജപവിധികളും ഒന്ന് നോക്കാം. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് ഗായത്രി മന്ത്രം. മന്ത്രങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഈ മന്ത്രം ജപിക്കാതെയുള്ള ഒരു ജപവും ഹോമവും യജ്ഞവും ആചാരപ്രകാരമുള്ള കർമ്മങ്ങളും ഒന്നും പൂർണ്ണമാവുകയില്ല. നിത്യേന ഗായത്രി മന്ത്രം വിധിപ്രകാരം ജപിക്കുന്നവർക്ക് മറ്റൊരു ഉപാസനയുടെയും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഗായന്തം ത്രായതേ ഇതി ഗായത്രി. ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത് അഥവാ രക്ഷിക്കുന്നത് എന്നാണ് ഗായത്രി എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളിലും വരുന്നതാണ് ഗായത്രി മന്ത്രം. അതുകൊണ്ട് തന്നെ ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാണ്. ഗായത്രി മന്ത്രത്തിൻ്റെ ഋഷി വിശ്വാമിത്രനാണ്. ഗായത്രി ഛന്ദസ്സിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. സൂര്യദേവനാണ് ദേവത. സൂര്യദേവനോടുള്ള പ്രാർത്ഥനയായതിനാൽ, സൂര്യദേവനാണ് സവിതാവ്, സവിതാവിനോടുള്ള പ്രാർത്ഥന ആയതിനാൽ ഇതിന് സവിതാ ഗായത്രി, സാവിത്രി എന്നെല്ലാം പേരുകളുണ്ട്. സൂര്യദേവനാണ് ഈ പ്രപഞ്ചത്തെ പ്രകാശവും ചൂടും നൽകി സംരക്ഷിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരുടെയും പ്രത്യക്ഷ ദൈവമാണ് സൂര്യദേവൻ. ആ സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണെങ്കിലും സൂര്യമണ്ഡലത്തിൽ കുടികൊള്ളുന്ന ഗായത്രി എന്ന ആദിപരാശക്തിയെയാണ് മന്ത്രത്തിൽ ആവാഹനം ചെയ്യുന്നത്, ഇൻവോക്ക് ചെയ്യുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ ഭാനുമണ്ഡലമധ്യസ്ഥായൈ നമ എന്ന് ദേവിയെ സ്തുതിക്കുന്നുണ്ട്. അതായത് സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിലിരുന്നുകൊണ്ട് സൂര്യദേവനെ പോലും തേജോമയനാക്കുന്ന ശക്തി ചൈതന്യമാണ് ദേവി എന്ന് പറയുന്നു. ആ ചൈതന്യ സ്വരൂപിണി എല്ലാ അറിവുകളുടെയും ഉറവിടമാണ്. അങ്ങനെ വേദമാതാവായ ഗായത്രി എല്ലാ ദേവതകളുടെയും മാതാവാണ്. സരസ്വതി, ലക്ഷ്മി, പാർവതി ഈ 3 പേരും ചേർന്നതാണ് ദേവതാ സങ്കല്പം. അതുകൊണ്ട് സൃഷ്ടി, സ്ഥിതി, സംഹാരകർത്താക്കളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും ദേവിയോടൊപ്പം ആരാധിക്കപ്പെടുന്നു. പഞ്ചമുഖിയായ ദേവി, അതായത് 5 മുഖങ്ങളുള്ള ഗായത്രി ദേവി പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു. സർവശ്രേയസ്സുകൾക്കും കാരണമായ ബുദ്ധിയുടെ പ്രചോദനമാണ് ഗായത്രി മന്ത്രത്തിലെ പ്രാർത്ഥന. ഭൂമി, അന്തരീക്ഷം, സ്വർഗം എന്നീ 3 ലോകങ്ങളിലും പ്രകാശം പരത്തുന്ന സൂര്യദേവന് പോലും പ്രകാശവും ഊർജവും നൽകുന്ന ആ പരമാത്മ ചൈതന്യം നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വേദമാതാവായ, അറിവിൻ്റെ ദേവതയായ ഗായത്രി ദേവി ആത്മജ്ഞാനം നൽകി എൻ്റെ ബുദ്ധിയെ പ്രകാശപൂർണമാക്കട്ടെ എന്നും അർത്ഥമുണ്ട്. ഗായത്രി മന്ത്രം കേവലം ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് ധർമാർത്ഥ കാമങ്ങൾക്കപ്പുറം മോക്ഷമെന്ന പരമപുരുഷാർത്ഥത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഇത്രയേറെ മഹത്വമേറിയതാകുന്നത്. ഇനി നമുക്ക് ജപവിധികളെക്കുറിച്ച് കാണാം. ഗായത്രി പഞ്ചാവസാന മന്ത്രമാണ്. അതായത് 5 സ്ഥലങ്ങളിൽ നിർത്തി വേണം ജപിക്കുവാൻ. പഞ്ചാവസാന ക്രമം ഇങ്ങനെയാണ്: ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇങ്ങനെ 5 സ്ഥലങ്ങളിൽ നിർത്തിയാണ് ജപിക്കുന്നത്. ഓം എന്നാൽ പ്രണവം, ഭൂർഭുവസ്വഃ എന്നാൽ വ്യാഹൃതി. ഇത് രണ്ടും ഗായത്രി മന്ത്രത്തിൻ്റെ ഭാഗമല്ല. എന്നാൽ പ്രണവവും വ്യാഹൃതിയും കൂടാതെ ഗായത്രി മന്ത്രം ജപിക്കാറില്ല. തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് ഗായത്രി മന്ത്രം.
ഗായത്രി മന്ത്രം തന്നെ 2 തരമുണ്ട്. 23 അക്ഷരങ്ങളുള്ള നിശ്രുത് ഗായത്രി, അതിൻ്റെ ഛന്ദസ് നിശ്രുത് ഗായത്രിയാണ്. രണ്ടാമത്തത് 24 അക്ഷരങ്ങളുള്ള ഗായത്രി, അതിൽ വരേണ്യം എന്ന 4 അക്ഷരമായിട്ടാണ് ഉച്ചരിക്കുന്നത്. അത് സാധാരണ ഹോമയജ്ഞാദികൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഏകാക്ഷര വിഹീനാതു നിശ്രുത് ഗായത്രമുച്യതേ എന്നാണ് നിയമം. സാധാരണയായി ജപം, പ്രാണായാമം, അർഘ്യം, ദാനം ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് 23 അക്ഷരങ്ങളുള്ള നിശ്രുത് ഗായത്രിയാണ്. സന്ധ്യാവന്ദനം, ഉപനയനം, മന്ത്രദീക്ഷ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആചമനം, പ്രാണായാമം, ആവാഹനം, ധ്യാനം, മന്ത്രജപം ഇങ്ങനെ അതിൻ്റേതായ രീതികൾ പാലിക്കാറുണ്ട്. എന്നാൽ സാധാരണ നമ്മൾ വീടുകളിൽ ജപിക്കുമ്പോൾ ഈ 23 അക്ഷരങ്ങളുള്ള പഞ്ചാവസാനമായിട്ടുള്ള 5 സ്ഥലങ്ങളിൽ നിർത്തിക്കൊണ്ടുള്ള ഗായത്രി മന്ത്രജപമാണ് ഉത്തമം. ജപം 3 തരത്തിലാണുള്ളത്: ഉച്ചജപം, മന്ദജപം, മാനസജപം എന്നിങ്ങനെ. ഉച്ചജപം ഉച്ചത്തിൽ ജപിക്കുന്നത്. മന്ദജപം വളരെ പതുക്കെ, ഉപാംശു എന്നാണ് പറയുക, ചുണ്ടനക്കുക മാത്രം. ജപിക്കുന്ന ആൾക്ക് മാത്രം കേൾക്കാൻ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ കേൾക്കരുത് എന്നല്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുത്. പിന്നെ ജപിക്കുന്നയാളുടെ ആ ഒരു ഇതിൽ മാത്രം നിൽക്കാൻ പാടുള്ളൂ. മാനസജപം, അത് മനസ്സിൽ മാത്രം ജപിക്കുക, പുറത്തേക്ക് വരാൻ പാടില്ല, ചുണ്ടനക്കുകയുമില്ല, പൂർണ്ണമായും ആന്തരികമാണ്. ഇതിൽ മാനസജപം ഉത്തമം, മന്ദജപം മധ്യമം, ഉച്ചജപം അധമം എന്നാണ് പറയുന്നത്. ഉച്ചജപം അധമം എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ മോശമാക്കി കാണിക്കുകയല്ല, ആന്തരിക ജപമായ മാനസജപമാണ് ഉത്തമമെന്ന് അറിയുവാൻ വേണ്ടി പറയുകയാണ്. ഉച്ചജപത്തിൽ തുടങ്ങി ഉപാംശു, അതായത് മന്ദജപത്തിൽ കൂടി മാനസജപമെന്ന ആന്തരികമായ ഏകാഗ്രമായ ജപസാധനയിലേക്ക് എത്തുകയാണ് വേണ്ടത്. അത് നാം മനസ്സിലാക്കണം. ബാഹ്യമായ ലോകത്തിൽ നിന്നും മനസ്സിൻ്റെ അന്തർമുഖമായ തലത്തിലേക്ക് നാം യാത്ര ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ശാന്തി എന്താണെന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ശാസ്ത്രം നമുക്ക് കാണിച്ചു തരുന്ന വഴികളാണ് ഈ ജപരീതികളൊക്കെ. ഇത് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് തിരഞ്ഞെടുക്കാം. അവനവന് ഏതാണ് ഉചിതമെന്ന് നോക്കി അതുപോലെ ചെയ്യാം, തെറ്റില്ല. പക്ഷേ മനസ്സിൻ്റെ ഏകാഗ്രതയാണ് മന്ത്രജപത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. പ്രയോജനവും അതുതന്നെയാണ്. അത് അറിഞ്ഞിരിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇനി എങ്ങനെയാണ് മന്ത്രജപം തുടങ്ങേണ്ടത്? എന്ത് നാമജപമാണെങ്കിലും നമ്മൾ സാധാരണയായി കുളിച്ചു വൃത്തിയായി പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു പായയിലോ ഒരു പീഠത്തിലോ ഭഗവത് അഭിമുഖമായി വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്നാണല്ലോ ജപിക്കാറുള്ളത്. കുട്ടിക്കാലം മുതൽ അങ്ങനെയാണല്ലോ നാം ശീലിച്ചിരിക്കുന്നത്. വിളക്ക് കൊളുത്തി പുല്ലുപായയിലിരുന്ന് സന്ധ്യാനാമം ജപിക്കുന്നത്, ആ ഒരു രീതിയാണ് നമ്മൾ കൊച്ചിലേ മുതൽ ശീലിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗായത്രി മന്ത്രം തുടങ്ങുന്നതിന് മുമ്പായി ശുദ്ധമായി കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്ക് അഭിമുഖമായി വൃത്തിയുള്ള പീഠത്തിലിരിക്കുക. വിളക്ക് കൊളുത്തി നമ്മുടെ ഇഷ്ടദേവതയെ അല്ലെങ്കിൽ കുലദേവതയെ ധ്യാനിക്കുക. അതിനുശേഷം ഗായത്രി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ജപം തുടങ്ങാം. ജപം തുടങ്ങുന്നതിന് മുമ്പായി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി സങ്കല്പം ചെയ്യുക. ജപിക്കുന്ന സമയത്ത് മനസ്സിൽ മറ്റ് സങ്കല്പങ്ങളൊന്നും പാടുള്ളതല്ല. മന്ത്രത്തിൽ മാത്രം മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക. ഇനി ഓം ഭൂർഭുവസ്വഹ, ഇതിൻ്റെ അർത്ഥം കാണാം. ഓം എന്നാൽ ഓംകാരം, അതായത് പ്രണവം. ഭൂർഭുവസ്വഹ ഇത് വ്യാഹൃതിയാണ്. ഓംകാരം എന്ന പ്രണവമന്ത്രത്തെ നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം വളരെയധികം പുകഴ്ത്തുന്നതാണ്. ഗീതയിൽ ഭഗവാൻ തൻ്റെ വിഭൂതികളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഓം എന്ന അക്ഷരം ഏകാക്ഷരം, ആ പദം ഞാനാകുന്നു. ഓംകാരം എന്ന ഏകാക്ഷര പദം ഞാനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഓം എന്നത് ഏകാക്ഷരമാണ്, ബ്രഹ്മവിഭൂതിയാണ്. ഓം എന്ന ശബ്ദം തന്നെ പവിത്രമാക്കുന്നതാണ്. ബ്രഹ്മദേവൻ പ്രപഞ്ച സൃഷ്ടി ആരംഭിച്ചത് തന്നെ ഓം എന്ന ശബ്ദം കൊണ്ടാണ്. പ്രണവം എന്നാൽ ഏറ്റവും ഉത്തമമായ ഈശ്വരനാമമാണ്. ഓം എന്നത് ഏകാക്ഷരിയാണ്, മംഗളശബ്ദമാണ്, ഏകവും നിത്യവുമായ ശുദ്ധ ചൈതന്യമായ ബ്രഹ്മത്തെ കുറിക്കുന്നതാണ്. ഓം ഇത്യേതദക്ഷരമിതം സർവം എന്ന് മാണ്ഡൂക്യോപനിഷത്തിൽ ഓംകാരത്തെ ബ്രഹ്മത്തിൻ്റെ പൂർണ്ണ പ്രതീകമായി പറയുന്നു. അക്ഷരം എന്നാൽ നശിക്കാത്തത്. ഇവിടെ നാശമില്ലാത്തത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് ഓം എന്ന് പറയുന്നത് തന്നെ ഈശ്വരൻ്റെ നാമമാണ് അർത്ഥമാക്കുന്നത്. ഓം എന്ന് പറയുമ്പോൾ തന്നെ നാം ഭഗവാനെ ഓർമ്മിക്കുന്നു. ഔ എന്ന ധാതുവിൽ നിന്നാണ് ഓം വന്നത്. ഔ രക്ഷണേ അവധി ഇതി ഓം എന്ന് നിരുക്തം പറയുന്നു. ആരാണോ രക്ഷിക്കുന്നത് അത് ഓം എന്നർത്ഥം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഓം തത് സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധഃ എന്ന്. ഓം തത് സത്, ഇത് മൂന്നും ഭഗവാന്റെ ബ്രഹ്മത്തിൻ്റെ 3 നാമങ്ങളാണ് എന്ന് ഉപനിഷത്തുകളിലും പറയുന്നു. ഭൂ ഭുവ സ്വഹ, ഇതിൻ്റെ അർത്ഥം കാണാം. ബ്രഹ്മണ വ്യാഹൃതാഹ ഇതി വ്യാഹൃതി. ഓം പോലെ തന്നെ ബ്രഹ്മാവിനാൽ പറയപ്പെട്ട ദിവ്യമായ മന്ത്രമാണ് ഭൂ ഭുവ സ്വഹ എന്ന വ്യാഹൃതി. ജപിക്കുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നതാണ്, ജപിക്കുന്നവരെ പവിത്രമാക്കുന്നതാണ് ഇത്. ഭൂ ഭുവ സ്വഹ, ഭൂമി, അന്തരീക്ഷം, സ്വർഗം, ഈ 3 ലോകങ്ങൾ ഏകമായ നിർവിശേഷ ചൈതന്യമാകുന്ന പരമാത്മാവിൻ്റെ പ്രത്യക്ഷ ഭാവങ്ങളാണ്. 3 ലോകങ്ങൾക്കും ആധാരമായ ആ പരമാത്മ ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി വേദാന്തപരമായിട്ട് പറയുമ്പോൾ ഓം എന്നത് നിർഗുണബ്രഹ്മം, പരബ്രഹ്മം, തുരീയ ചൈതന്യം എന്നെല്ലാം പറയും. ഭൂ ഭുവ സ്വഹ, അത് സഗുണ ഈശ്വരനാണ്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നീ 3 അവസ്ഥകളിൽ കൂടി നാം അനുഭവിച്ചറിയുന്ന ജഗത്ത് അഥവാ അപരബ്രഹ്മം. ഓം എന്നത് പരബ്രഹ്മമാണ്, ഭൂ ഭുവ സ്വഹ എന്നത് അപരബ്രഹ്മമാണ്. അങ്ങനെ ഓം ഭൂർ ഭുവസ്വഹ എന്നാൽ ചതുഷ്പാദ് ബ്രഹ്മ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്നിവയാണ് ആത്മാവിൻ്റെ 4 പാദങ്ങളായി ഉപനിഷത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകളെയും കടന്നു നിൽക്കുന്നതാണ് 4ാമത്തേതായ തുരീയാവസ്ഥ ഓം. അഖണ്ഡ ബോധസ്വരൂപമായ പരബ്രഹ്മവും ജഗത്ത് എന്ന അപരബ്രഹ്മവും എല്ലാം തന്നെ ഓങ്കാരപ്രതീകമായ ബ്രഹ്മമാണ്. നിർഗുണ ബ്രഹ്മം തന്നെയാണ് സഗുണ ഈശ്വരനായി സാകാരമായി പ്രകടിത രൂപത്തിൽ കാണപ്പെടുന്നത്. ആ പരബ്രഹ്മത്തിനെ ഞാൻ നമിക്കുന്നു. ഇങ്ങനെ ഓം ഭൂർ ഭുവസ്വഹ എന്ന മന്ത്രം കൊണ്ട് നിർഗുണവും സഗുണവുമായ എല്ലാത്തിനെയും നമ്മൾ നമസ്കരിക്കുകയാണ്. ഇനി ഗായത്രി മന്ത്രത്തിൻ്റെ സാമാന്യ അർത്ഥം കാണാം. തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാ. ഇതാണ് ഗായത്രി മന്ത്രം. ഇതിനെ യഹ നഹ ധിയഹ പ്രചോദയാത് സവിതുഹു ദേവസ്യ തത് വരേണ്യം ഭർഗഃ ധീമഹി എന്ന് വേണം അർത്ഥം പറയുവാൻ. ധീമഹി എന്നാൽ ഞങ്ങൾ ധ്യാനിക്കുന്നു. എന്തിനെ ധ്യാനിക്കുന്നു? സൂര്യദേവസ്യ തേജഃ ധ്യായാമഹ. വരേണ്യം എന്നാൽ ശ്രേഷ്ഠം, ഭർഗ എന്നാൽ തേജോമയം, സവിതുഹു എന്നാൽ സൂര്യദേവൻ, ദേവസ്യ എന്നാൽ ദേവൻ്റെ. അപ്പോൾ ശ്രേഷ്ഠമായ തേജോമയമായ സൂര്യദേവൻ്റെ പ്രകാശത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ് അർത്ഥം പറയുന്നത്. ഏതു വിധത്തിലാണ് അത് ശ്രേഷ്ഠമായിരിക്കുന്നത്? യഹ നഹ ധിയഹ പ്രചോദയാത്. ഏതു തേജസ്സാണോ, ഏതു ഊർജമാണോ സൂര്യദേവനെ പ്രകാശപൂർണമാക്കിയിരിക്കുന്നത്, അതേ തേജസ്, ഊർജം അത് തന്നെ ഞങ്ങളുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. സൂര്യദേവനെ പോലും തേജോമയമാക്കുന്ന, സൂര്യൻ്റെ പ്രകാശത്തിനു പോലും ആധാരമായ ശ്രേഷ്ഠമായ തേജോമയമായ ചൈതന്യത്തെ ഞാൻ ധ്യാനിക്കുന്നു. ആ ചൈതന്യം തന്നെ ഞങ്ങളുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ. ഭഗവാൻ എങ്ങനെയാണ് സൂര്യദേവൻ്റെ പ്രകാശത്തിന് കാരണമാകുന്നതെന്ന് ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗത്തിൽ പറയുന്നുണ്ട്. യഥാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. അല്ലയോ അർജുന, സൂര്യൻ്റെ ശരീരത്തിൽ കടന്നു നിന്നുകൊണ്ട് ഏതൊരു തേജസ്സാണോ പ്രപഞ്ചത്തെ ആകമാനം പ്രകാശിപ്പിക്കുന്നത്, ഏതൊരു തേജസ്സാണോ ചന്ദ്രൻ്റെ ശരീരത്തിൽ കടന്നു പ്രകാശിക്കുന്നത്, ഏതൊരു തേജസ്സാണോ അഗ്നി ശരീരത്തിലും കടന്നു പ്രകാശിക്കുന്നത്, ആ തേജസ് എല്ലാം എൻ്റേതു തന്നെയാണ് എന്നറിയൂ എന്നാണ് പറയുന്നത്. തുടർന്ന് ഭഗവാൻ പറയുന്നു, ഗാമാവിശ്യജ ഭൂതാനി
ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധി സർവാഹ സോമോ ഭൂത്വാ രസാത്മകഃ. ഞാൻ ഓജസ്സായി ഭൂമിയിൽ പ്രവേശിച്ച് ജീവജാലങ്ങളെ നിലനിർത്തുകയും ജലമയനായ ചന്ദ്രനായി എല്ലാവിധ സസ്യങ്ങളെയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിനെ പോഷിപ്പിക്കുന്നത് സൂര്യദേവന്റെ പ്രകാശവും ചൂടും ഊർജവും തന്നെയാണല്ലോ. അതുകൊണ്ട് സൂര്യദേവനെ നമുക്ക് പ്രത്യക്ഷ ദൈവമായി കാണാം. അങ്ങനെ സൂര്യനും ചന്ദ്രനും എല്ലാ പ്രപഞ്ച ശക്തികൾക്കും ആധാരമായിരിക്കുന്ന അനന്തമായ പരമാത്മ ചൈതന്യത്തെയാണ് നാം ഗായത്രി മന്ത്രത്തിലൂടെ ധ്യാനിക്കുന്നത്. ഇനി ആർക്കാണ് ഈ മന്ത്രം ജപിക്കാൻ യോഗ്യതയുള്ളത്? സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും ഗായത്രി മന്ത്രം ജപിക്കാൻ അവകാശമുണ്ട്. ജാതിയും മതവും ഒന്നും ഒരു തടസ്സമല്ല. ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും സന്യാസിക്കും ഈ മന്ത്രം ജപിക്കാൻ അവകാശമുണ്ട്. ഇനി ഇതിൻ്റെ ഫലശ്രുതി പറയാം. ഒരു വ്യക്തിക്ക് ഉപാസനാബലം ലഭിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഗായത്രി മന്ത്രജപം. ഗീതയിൽ ഭഗവാൻ തൻ്റെ വിഭൂതികളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ ജപയജ്ഞം ഞാനാകുന്നു എന്നാണ്. ചിത്തശുദ്ധിക്കുള്ള യജ്ഞങ്ങളിൽ ജപയജ്ഞമാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. വേദാധ്യയനം ചെയ്യുന്ന ബ്രഹ്മചാരികൾക്ക് നിധിധ്യാസനത്തിനുള്ള മന്ത്രമാണ്. ചിത്ത ഏകാഗ്രത നൽകി മനസ്സിനെയും ബുദ്ധിയെയും ശുദ്ധീകരിച്ച് അതിവേഗം സത്യത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് ഗായത്രി മന്ത്രജപം. നിഷ്ഠയോടുകൂടി ജപിക്കുന്നവർക്ക് അഷ്ടസിദ്ധികളും ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് ഗായത്രി മന്ത്രത്തിൻ്റെ ജപവിധികളും അർത്ഥവും. ഇനി ഗായത്രി മന്ത്രത്തിൻ്റെ തന്നെ വേദാന്തപരമായ അർത്ഥം, തത്വപരമായ അർത്ഥം, അത് കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ്. ഉപനിഷത്തിൻ്റെ അറിവുകളുടെ വെളിച്ചത്തിലുള്ള അർത്ഥമാണ്. അത് മറ്റൊരു ഓഡിയോ ആയിട്ട് ചെയ്യാം, പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹരി ഓം. ഓം തത്സത്.